Wedding Collections, the classic bridal world. പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനെതിരെ മാത്യു കുഴൽനാടൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ നടത്തുന്ന രാപ്പകൽ സത്യാഗ്രഹ സമരം ആരംഭിച്ചു. ഡീൻ കുര്യാക്കോസ് എംപി രാപ്പകൽ സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. ഇന്ന് വൈകിട്ട് 5 മണി മുതൽ നാളെ വൈകിട്ട് 5 മണി വരെ നീണ്ടുനിൽക്കുന്ന പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കുന്നതിനെതിരെ മാത്യു കുഴൽനാടൻ എംഎൽഎ നടത്തുന്ന 24 മണിക്കൂർ ഉപവാസ സത്യാഗ്രഹം ആരംഭിച്ചു. മൂവാറ്റുപുഴ നെഹ്റു പാർക്കിന് സമീപമാണ് 24 മണിക്കൂർ സത്യാഗ്രഹം നടത്തുന്നത്. KSRTC ജംഗ്ഷനിൽ നിന്നും പ്രകടനമായി എത്തിയാണ് സത്യാഗ്രഹം ആരംഭിച്ചത്. എവിടെയും നമുക്ക് ദർശിക്കുവാനാവില്ല. പിന്നീട് വർഗീയതയെ ആയുധമാക്കി ജനതയെ പരസ്പരം തമ്മിൽ തല്ലിച്ച് അധികാരം പിടിച്ചടക്കിയ നരേന്ദ്രമോദിയും കൂട്ടരും കടന്നുവരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഈ രാജ്യത്തിന്റെ മഹത്തായ പാരമ്പര്യവും പൈതൃകവും നിലകൊള്ളുന്ന മതേതരത്വ മൂല്യങ്ങളെ പിടിച്ചുകൊണ്ട് ജനങ്ങളാവില്ല. മതേതരത്വത്തിനും ജനാധിപത്യത്തിനുമെതിരെ സംഘപരിവാര ശക്തികൾ നടത്തുന്ന ഡീൻ കുര്യാക്കോസ് എംപി സത്യാഗ്രഹം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനം ഉറച്ച ശബ്ദത്തിൽ പറയുന്നു, ഇവിടെ അമിത്ഷായുടെയോ ഇവിടെ നരേന്ദ്രമോദിയുടെയോ ചീട്ട് വാങ്ങിയിട്ടല്ല ഇന്ത്യയിലെ ഓരോ പൗരനും ജീവിക്കാനുള്ള അവകാശം അത് നിർണയിക്കപ്പെടുന്നത്. ഈ നാട്ടിൽ ജനിച്ചതിന്റെ പേരിൽ, ഈ നാട്ടിൽ അധ്വാനിച്ചതിന്റെ പേരിൽ, ഈ നാട്ടിൽ വളർന്നതിന്റെ പേരിൽ, ഈ നാടിനു വേണ്ടി പ്രയത്നിച്ചതിന്റെ പേരിൽ ഇന്ത്യയുടെ പൗരത്വം എന്ന് പറയുന്നത് നമ്മുടെ ജന്മാവകാശമാണ്. ആ ജന്മാവകാശമായ പൗരത്വത്തെ നിഷേധിക്കാൻ അമിത്ഷായല്ല, നരേന്ദ്രമോദിയല്ല, ഏത് ഭരണാധികാരി വന്നാലും അവരുടെ മുന്നിൽ മുട്ടുമടക്കുന്ന പ്രശ്നമില്ല എന്ന് ആവർത്തിച്ച് പ്രഖ്യാപിച്ചുകൊണ്ട് പ്രിയങ്കരനായ ശ്രീ മാത്യു കുഴൽനാടന്റെ നേതൃത്വത്തിൽ ഈ നാടിന്റെ ജനപ്രതിനിധി ഐക്യ ജനാധിപത്യ മുന്നണിയുടെ അഭിമാനമായ പ്രിയപ്പെട്ട നമ്മുടെ MLA അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ സമര പോരാട്ടങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. ആ സമരം തീർച്ചയായും കേരളമാസകലം കത്തിപ്പടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാവൽ സത്യാഗ്രഹം എന്ന പേരിലാണ് 24 മണിക്കൂർ സമരം. എല്ലാ പൗരന്മാരും രാജ്യത്തിന്റെ ഭരണഘടനയുടെ കാവൽക്കാരനാകാൻ, ഈ രാജ്യത്തിന്റെ മൂല്യങ്ങളുടെ കാവൽക്കാരനാകാൻ ഓരോ പൗരനും മുന്നോട്ട് വരണമെന്ന സന്ദേശമാണ് 24 മണിക്കൂർ സത്യാഗ്രഹത്തിലൂടെ നൽകാൻ ആഗ്രഹിക്കുന്നതെന്ന് മാത്യു കുഴൽനാടൻ MLA പറഞ്ഞു. ഈ നിയമം നടപ്പിലാക്കും, അതിന്റെ ചട്ടങ്ങൾ രൂപീകരിക്കുമെന്ന് രാജ്യത്തെ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചപ്പോൾ അതിനെതിരെ സ്വാഭാവികമായ ഒരു പ്രതിഷേധം എന്ന നിലയിലാണ് കാവൽ സത്യാഗ്രഹം എന്ന പേരിൽ 24 മണിക്കൂർ. കാരണം ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന സന്ദേശം എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന്റെ കാവൽക്കാരാകാൻ ഓരോ പൗരന്മാരും തയ്യാറാകണം. ഈ രാജ്യത്തിന്റെ ഭരണഘടനയുടെ കാവൽക്കാരാകാൻ ഓരോ പൗരന്മാരും തയ്യാറാകണം. ഈ രാജ്യത്തിന്റെ മൂല്യങ്ങളുടെ കാവൽക്കാരാകാൻ ഓരോ പൗരന്മാരും മുന്നോട്ട് വരണം. ഈ സന്ദേശമാണ് ഈ 24 മണിക്കൂർ സത്യാഗ്രഹത്തിലൂടെ ഞങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നത്. ഇത് പ്രക്ഷോഭ പരിപാടികളുടെ ഒരു തുടക്കമാണ്. ഇത് ഈ രാജ്യത്തെ വിഭജിക്കാൻ ലക്ഷ്യമിട്ടും ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്ത് വിഭജനവും വിഘടനവും സൃഷ്ടിച്ച് ജയിക്കുന്നതിനുള്ള BJP സംഘപരിവാർ RSS അജണ്ടയുടെ ഭാഗം മാത്രമാണ്. രാജ്യത്തെ വിഭജിക്കാൻ ലക്ഷ്യമിട്ടും ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതിനു വേണ്ടിയും ഈ രാജ്യത്ത് വിഭജനവും സൃഷ്ടിക്കുന്നതിനുള്ള BJP സംഘപരിവാർ അജണ്ടയുടെ ഭാഗം മാത്രമാണ് CAA എന്നും രാജ്യത്തിന്റെ നന്മയെ കരുതിയല്ല, കേവലം രാഷ്ട്രീയമാണെന്നും അതുകൊണ്ട് തന്നെ ഇതിനെ അതിശക്തമായി എതിർക്കുകയാണെന്നും MLA പറഞ്ഞു. A1 Textiles, നെഹ്റു പാർക്ക്, മൂവാറ്റുപുഴ.